ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കല TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തൻ്റെ ഡ്രസ്സ് കീറി കളഞ്ഞത് കണ്ട് നമ്മുടെ അലീന കയറി വരുക. അപ്പം അലീന കയറി വന്നപ്പം കൃഷ്ണമോൾ ഇത് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഇത് അച്ഛനോട് പറയണം ചേച്ചി എന്ന് പറയുമ്പോൾ, വേണ്ട മോൾ ഇതൊന്നും പറയണ്ട, ഇതൊക്കെ പറയാൻ പോയ വലിയ വിഷയമാകുമെന്ന് അലീന പറഞ്ഞു. ഇത് പിന്നെ വെറുതെ വിടണോ, അത് ശരിയാവത്തില്ല എന്ന് കൃഷ്ണ കൊച്ചു പറഞ്ഞു. അന്നേരം നമുക്ക് സാവകാശം ഇതെല്ലാം പറയാം, പെട്ടെന്ന് പറയണ്ട, നീ ഇത് വലിയ വിഷയമായിട്ട് കാണാതിരുന്നാൽ മതി എന്ന് പറയുമ്പം ഇത് രണ്ട് അടിയുടെ കുറവല്ലേ ചേച്ചി എന്ന് ചോദിച്ചു കൃഷ്ണ. നീ ഇതവിടെ വെച്ചിട്ട് വന്നേ വാ, നിന്റെ സ്പെഷ്യൽ കോഫി റെഡി ആയിട്ടിരിപ്പുണ്ട്, അത് അവിടെ ഇരുന്ന് തണുത്ത് തോന്നി വാ ഒന്ന് കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ച് കൃഷ്ണയെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോവുക. അത് രാത്രി കടയൊക്കെ അടിച്ച് നമ്മുടെ ബാലൻ വീട്ടിലേക്ക് വന്നു. അലീന ചെന്ന് വാതിലൊക്കെ തുറന്നു. അപ്പോൾ എവിടെ ആയിരുന്നു കഴിഞ്ഞ 2 ദിവസം? വീട്ടിൽ നിന്ന് പോയ പിന്നെ തിരിച്ചു വരണമെന്നുള്ള ചിന്തയൊന്നും ഇല്ലല്ലേ എന്ന് ചോദിച്ചു ബാലൻ. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെ 2 ദിവസം മിസ് ചെയ്തല്ലേ എന്ന് അലീന ചോദിക്കുമ്പം, മിസ് ചെയ്യാൻ ഞാനോട് ഇരുന്നിട്ട് വേണ്ടേ, ഞാൻ ജ്വല്ലറി പോയിരിക്കുമെന്ന് പറയും അദ്ദേഹം. ഹോസ്പിറ്റലിൽ വിശേഷം എന്തുകൊണ്ട് അച്ഛാ? അതെല്ലാം അങ്ങനെ തന്നെയൊക്കെ പോകുന്നു. അച്ഛന് സുഖമല്ലേ എന്ന് അലീന ചോദിക്കുമ്പോൾ, എൻ്റെ കാര്യം വിട്, നീ ഹാപ്പിയാണോ എന്ന് ചോദിക്കുമ്പോൾ, ആ നല്ല യാത്രയായിരുന്നു, കാണാൻ ആഗ്രഹിച്ചവരെല്ലാം കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രേവതിക്കുട്ടി സുഖമായിരിക്കുന്നോ? ആ, അച്ഛനെ ക്ഷേമാന്വേഷണം അറിയിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ അങ്ങനെ പറഞ്ഞു. പിന്നെ കൊല്ലത്ത് പോയി ചിന്നുമോളെ കണ്ടു. അപ്പോൾ രേവതിക്കുട്ടിയുടെ റിലേറ്റീവ്സോ അതൊരു കഥയാ, പിന്നെ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ ശരി, അപ്പോൾ ഞാൻ പോയി ഗേറ്റ് അടയ്ക്കട്ടെ അച്ഛാ, ഇനി ആരും വരാനില്ലല്ലോ. അപ്പം ഇനി ആര് വരാനാടിയെന്നും ചോദിച്ചുകൊണ്ട് അദ്ദേഹം അകത്തേക്ക് കയറിപ്പോയി. അലീന ചെന്ന് ഗേറ്റ് അടച്ചു. അപ്പോൾ ബാലൻ റൂമിൽ ചെന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ കൊച്ച്, അതായത് കൃഷ്ണ, ഒരു ഭാഗമൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വന്നു. ഇതെന്താ, നീ എവിടേക്കെങ്കിലും പോവുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛനൊരു സംഗതി കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്ന് കൃഷ്ണ പറയുന്നിട്ട് ആ ബാഗിലുള്ള തുണി മുഴുവൻ കാണിച്ചു. ഇതെന്താ, എലി വരണ്ടോ തുണിയൊക്കെ? ആ, എലി തന്നെ, പക്ഷേ കത്രിക ഉപയോഗിക്കാൻ അറിയാവുന്ന എലിയാണെന്ന് പറഞ്ഞു. എന്നെ ഈ പറയണേന്ന് ചോദിച്ചു. അങ്ങനെ എല്ലാം എടുത്ത് കത്രികയ്ക്ക് കണ്ടിച്ചത് കാണിച്ചു കൊടുത്തു. ഇതാരാ ഈ പണി കാണിച്ചത് പറ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ദേഷ്യപ്പെടുക. അപ്പം അച്ഛന് മനസ്സിലായില്ല ഇതാരാ ചെയ്തതെന്ന്. ഇത് അലീന ചേച്ചിയുടെ ബാഗാ, ഈ ചുരിദാറൊക്കെ അലീന ചേച്ചിയുടേതാണെന്ന് കൃഷ്ണ പറയുവാണ്. അപ്പോഴത്തേക്കും ബാലൻ ഇതെല്ലാം എടുത്ത് നോക്കി, മുഴുവൻ തുണി എടുത്ത് നോക്കിയപ്പോൾ എല്ലാം കീറി പറിച്ചു വെച്ചിരിക്കുക. എന്തായാലും ഇതാരാ ചെയ്തത്? ഞാനോ അച്ഛനോ എന്തായാലും ഇത് ചെയ്യില്ല, അലീന ചേച്ചി അത്രയും കൂടെ ചെയ്യില്ല. പിന്നെ ഉള്ളത് ബബി ചേച്ചിയും പിന്നെ രോഹിയേട്ടനുമാ. അപ്പോൾ ബാലൻ അതിങ്ങനെ നോക്കി, എന്നിട്ട് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ബാലൻ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക. അവിടെ ചെന്നിട്ട് അലീന ചേച്ചി എന്നും പറഞ്ഞ് വിളിച്ചു കേട്ടോ കൃഷ്ണ. അപ്പോൾ എന്തോന്ന് വിളിയും കേട്ടോ അലീന ഇങ്ങ് വന്നു. എന്താടി? അപ്പോൾ അച്ഛൻ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നെയോ? ആ, ചേച്ചിയെ തന്നെ, മോളോട് ചെല്ലാൻ പറഞ്ഞു, വഴക്ക് കിട്ടും നോക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ബബിത അകത്തിരുന്ന് കാണുക, ഇതെല്ലാം ഇവർ പറയുന്നതെല്ലാം കേൾക്കുക. അപ്പം ഞാനെന്നാ ചെയ്തിട്ടാണെന്ന് ചോദിച്ചു കേട്ടോ. ചുമ്മാ പറഞ്ഞ് പേടിപ്പിക്കരുത് കേട്ടോ. ഓ, അപ്പോൾ പേടിയുണ്ടല്ലേ? ഇത് കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. അങ്ങോട്ട് ചെല്ലുന്നേ, അച്ഛൻ എന്തോ സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണ പറഞ്ഞനുസരിച്ച് അലീന അങ്ങ് കയറി പോയി. അപ്പോഴത്തേക്കും എന്താ പ്രശ്നം എന്ന് ചോദിച്ചു ബബിത അങ്ങോട്ടേക്ക് വന്നു. അലീന ചേച്ചിയുടെ ഡ്രസ്സ് മുഴുവനേ ആരോ കത്രികയ്ക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു കേട്ടോ. അന്നേരം അത് അച്ഛൻ എങ്ങനെ അറിഞ്ഞു? അച്ഛൻ എങ്ങനെ അറിഞ്ഞെന്നോ? അപ്പൊ ചേച്ചിക്ക് അറിയായിരുന്നോ എന്ന് കൃഷ്ണ ബബിതയോട് ചോദിക്കും. അപ്പൊ എനിക്കോ, ഞാനെങ്ങനെ അറിയാനേ, എനിക്കറിയില്ല. അലീന ചേച്ചിയുടെ ഡ്രസ്സ് കത്രികയ്ക്ക് മുറിച്ചു വെച്ചു എന്ന് പറയുമ്പോൾ ആരും മുറിച്ചിട്ടു എന്നല്ലേ ചോദിക്കേണ്ടത്? ചേച്ചി എന്താ ചോദിച്ചത്? അച്ഛൻ എങ്ങനെ അത് അറിഞ്ഞു എന്ന്. അതായത് അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നതായിട്ട് ബബിതേച്ചിക്ക് അറിയാമെന്നല്ലേ എൻ്റെ അർത്ഥം? ആ, എനിക്കറിയാം, അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നു. ആര് കട്ട് ചെയ്തു എന്ന് ചോദിക്കുമ്പം അവരുടെ അമ്മയുടെ പ്രേതമാണെന്ന് പറയുക. അപ്പം അച്ഛൻ വിളിച്ച് ചോദിക്കുമ്പോൾ ഇങ്ങനെ തന്നെ പറയണം കേട്ടോ എന്ന് കൃഷ്ണ. നിനക്ക് എണ്ണാത്തിൻ്റെ സൂക്കേടാടി അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊളുത്തി കൊടുക്കാഞ്ഞിട്ട് അപ്പം ആരായി ദുഷ്ടപ്രവർത്തി ചെയ്തതെന്ന് അറിയണ്ടേ ചേച്ചി? അറിഞ്ഞിട്ട് ഇപ്പം എന്നാ കിട്ടാനാടി? അപ്പം എനിക്കൊന്നും കിട്ടാനില്ല, ബബിതേച്ചിക്ക് ചിലപ്പോൾ കിട്ടുമായിരിക്കും. അച്ഛനെന്താ എന്നെ തല്ലുവോ? എങ്കിലേ നാളെ നേരം വെളുക്കുമ്പോഴേക്കും അവളുടെ മുഴുവൻ ഡ്രസ്സും ഞാൻ കത്രികയ്ക്ക് കട്ട് ചെയ്യും. അവൾ ഉറങ്ങിക്കിടക്കുമ്പോഴേ അവളുടെ മുടിയും ഞാൻ കട്ട് ചെയ്യുമെന്ന് ബബിത അവളെ മൊട്ടത്തലിച്ചാക്കുമെന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പം ഇയാൾക്കെന്താ ഭ്രാന്ത് വല്ലതുമാണോ? അച്ഛൻ എന്നെ വിളിക്കട്ടെ, ഞാൻ പറഞ്ഞോളാം എന്നും പറഞ്ഞുകൊണ്ട് ബബിത അകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് നമ്മുടെ അലീന മുറിയിലേക്ക് കയറി വന്നപ്പം ആ ചുരിദാറിൻ്റെ വട്ടത്തിലൂടെ, അതാ ഹോളുണ്ടല്ലോ, അതിലൂടെ ഇങ്ങനെ അലീനയെ നോക്കിക്കൊണ്ട് നിൽക്കും അദ്ദേഹം. നിങ്ങൾ വന്നേ എന്നും പറഞ്ഞു വിളിച്ചു കേട്ടോ. അപ്പോൾ കുറേ എണ്ണം കട്ട് ചെയ്ത് നശിപ്പിച്ചല്ല മോളെ, ഇതിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അച്ഛാ, കൂട്ടി തയ്ക്കാൻ പോലും വയ്യന്നേ, ആർക്കും ഉപകാരം ഇല്ലാണ്ടായി പോയല്ലോ എന്നിങ്ങനെ അലീന പറയും കേട്ടോ. അപ്പം ചുരിദാറ് പോയതിൽ നീ വിഷമിക്കൊന്നും വേണ്ട, ഇതാരാ ചെയ്തതെന്ന് വല്ല ഊഹം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതെനിക്ക് അറിയില്ല അച്ഛാ എന്ന് പറഞ്ഞു. കൃഷ്ണമോൾ എന്തായാലും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പം പിന്നെ ഇവിടെ ഉള്ളത് രോഹിത്തും ബബിതയല്ലേ, അവരാണോ എന്ന് ഉറപ്പൊന്നുമില്ലല്ലോ അച്ഛാ എന്ന് അലീന. പിന്നെ പുറത്തുനിന്ന് ആരെങ്കിലും ഈ വീട്ടിൽ കയറി നിന്റെ ഡ്രസ്സ് മാത്രം കട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു. അച്ഛൻ അത്ര വൈരാഗ്യ ബുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടോ? അപ്പം അത് പിന്നെ അതെന്താണെന്നുള്ളതിന് സാക്ഷികളോ തെളിവുകളോ ഇല്ലല്ലോ അച്ഛാ എന്ന് പറയുമ്പോൾ രോഹിത്തായിരിക്കും. അവനാണല്ലോ ഈ വീട്ടിൽ നിന്നോട് ഏറ്റവും കൂടുതൽ വൈരാഗ്യം ഉള്ളത്.
ഞാൻ ഇവിടുന്ന് പോയതിനു ശേഷം ആരൊക്കെ ഈ വീട്ടിൽ വന്നിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ലല്ലോ അച്ഛാ. അപ്പോൾ ബബിതയെ വിളിച്ച് ചോദിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം ബബിതയെ വിളിക്കാൻ പോകുന്നു. അന്നേരം അലീന, അച്ഛാ വേണ്ട അച്ഛാ, ഒന്നും വേണ്ട, ഇതൊക്കെ അങ്ങനെ വെറുതെ വിടാൻ പാടുണ്ടോ? അഹങ്കാരത്തിന്റെ അങ്ങേറ്റമല്ലേ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പം അച്ഛൻ ചോദിച്ച വിവരം അറിഞ്ഞിട്ട് അവൾ ചെയ്തതാണെങ്കിൽ ഉപദേശിച്ചാൽ മാത്രം മതി, ശിക്ഷിക്കാനൊന്നും നിൽക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. കുറ്റം ചെയ്താൽ അതിന് ശിക്ഷ വേണം. അച്ഛന് പെട്ടെന്ന് ദേഷ്യം വരും, അതാ പ്രശ്നമെന്ന് അലീന പറയുക. നമുക്ക് നാളെ ചോദിച്ചാൽ പോരാ, എനിക്ക് ഇപ്പം തന്നെ വിവരം അറിയണം, ഇപ്പം തന്നെ ചോദിക്കണം. ഇത് കണ്ടിട്ട് എനിക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുമോ? അത് പിന്നെ അച്ഛാ, അതിൽ പലതും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തതായിരുന്നേ. ഞാനിവിടെ വന്നിട്ട് വണ്ണം കൂടിപ്പോയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അലീന, നീ പോയി ബബിതയോട് വരാൻ പറഞ്ഞു, ഞാൻ അവളോട് സംസാരിക്കട്ടെ. അച്ഛാ, അത് നിന്നോടാ പറഞ്ഞത്. 1 or 2 ഒക്കെ ആണെങ്കിൽ ഓക്കെ, ശരി, ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ, കരുതി കൂട്ടി മുഴുവനും ചെയ്ത് കളഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ദേ, അകന്ന് പോകുന്നവരെ അടുപ്പിക്കാനല്ലേ അച്ഛാ നമ്മൾ നോക്കേണ്ട, പിന്നെ അകറ്റി കളയണോ അച്ഛാ എന്നൊക്കെ ചോദിച്ചപ്പോൾ നീ പോയി അവളെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. ചെല്ലാനാ പറഞ്ഞത്. അച്ഛാ പ്ലീസ് അച്ഛാ, നിന്നോട് ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ഞാൻ പറയുന്നത് കേൾക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിനക്ക്? ഇല്ല, ഞാൻ അയക്കാം എന്ന് പറഞ്ഞാൽ അലീന ഇറങ്ങിപ്പോയി. അന്നേരം അദ്ദേഹം ഇങ്ങനെ അവിടെ നിൽക്കുക. പിന്നെ കൃഷ്ണ താഴെ ഇരുന്ന് പഠിക്കുന്നു. അലീന ചെന്ന് ബബിതയെ വിളിക്കുന്നു. ബബിത നേരം അലീനയുടെ അടുത്തേക്ക് വന്നു. കൃഷ്ണ ഇത് കണ്ടോണ്ടിരിക്കും. അച്ഛൻ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് മുകളിലോട്ട് കയറിപ്പോയപ്പോൾ അച്ഛൻ എന്നാ പറഞ്ഞതെന്ന് ചോദിച്ചു. അങ്ങോട്ട് കയറി തർക്കുത്തരമൊന്നും അവൾ പറയാതിരുന്നാൽ മതിയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് അച്ഛൻ അവിടെ ഇരിക്കുന്നു. ബബിത റൂമിലേക്ക് കയറി ചെന്നു. അച്ഛൻ വിളിച്ചെന്ന് പറഞ്ഞു. വിളിച്ചു, വരാൻ പറഞ്ഞു. ഫ്രണ്ടിൽ പിടിച്ച് നിർത്തി. മുന്നിൽ തുണിയെല്ലാം ഇങ്ങനെ കിടക്കുക. ഈ തുണിയെല്ലാം ഇങ്ങനെ എടുത്തു ഇവളുടെ നേരെ പിടിച്ചിട്ട്, ഈ റൂമിൽ ഇപ്പോൾ വേറെ ആരുമില്ല, ഒരൊറ്റ ചോദ്യം എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളൂ, ഇത് മുഴുവൻ ആരാ ഇങ്ങനെ ചെയ്തത്? നിനക്കറിയാലോ ഇതാരാ ചെയ്തതെന്ന്. അപ്പം എനിക്കറിയാവെന്ന് പറഞ്ഞു ബബിത. അറിയാവോ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം ദേഷ്യപ്പെട്ടു ബബിതയോട്. ആരാ ഇത് ചെയ്തത്? അപ്പം ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു. ഓ, ഞാൻ തന്നെയാണോ എന്ന് ചോദിച്ച് ചാടി കഴിഞ്ഞിട്ട് നിന്റെ ചേകട അടിച്ച് പൊട്ടിക്കലടി വേണ്ടോ എന്ന് ചോദിച്ചു. അച്ഛൻ അടിക്കണമെങ്കിൽ എന്നെ അടിച്ചോ, ഞാൻ അടി വാങ്ങിച്ചോളാവെന്ന് ബബിത. അന്നേരം നിനക്ക് എന്തിൻ്റെ കേടായിരുന്നടി ഇതിങ്ങനെ വെട്ടി നശിപ്പിച്ച് കളയാൻ? പറയടി. അവള് കഷ്ടപ്പെട്ട് ജോലി എടുത്തുണ്ടാക്കിയ കാശ് കൊടുത്ത് വാങ്ങിയതല്ലേടി ഈ ഡ്രസ്സെല്ലാം. നീ പകരം വാങ്ങിച്ചോണ്ട് കൊടുക്കുമോയെന്ന് ചോദിച്ചു. എനിക്ക് അവളോട് ഭയങ്കര ദേഷ്യം വന്നിട്ട് ചെയ്തതാണെന്ന് പറയുമ്പം നിനക്ക് നിന്റെ അച്ഛനോട് ദേഷ്യമില്ലേന്ന് ചോദിച്ചു. ഇല്ലേടി? നീ പറ, ദേഷ്യം ഇല്ലേടി നിനക്ക്? നീ എന്തൊന്നും പറയാത്തെ? അന്നേരം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നീ പോയി കുറച്ച് പെട്രോൾ എടുത്തോണ്ട് വന്ന് എൻ്റെ തലയിലേക്ക് ഒഴിച്ച് എന്നെ കത്തിക്കടി, നിന്റെ ദേഷ്യം നിനക്ക് തീർക്കണ്ടേന്ന് ചോദിച്ചു. അച്ഛൻ അവളെ ഈ വീട്ടിൽ താമസിപ്പിക്കുന്നിടത്തോളം എനിക്ക് അച്ഛനോടും അവളോടുമുള്ള ദേഷ്യം തീരത്തില്ല എന്ന് പറഞ്ഞു ബബിത. അത് കേട്ടപ്പോൾ അങ്ങനെ ദേഷ്യമുള്ള മകളാണെങ്കിലേ അച്ഛൻ വാങ്ങിച്ച് തന്ന ഡ്രസ്സ് ഇടാൻ നിൽക്കരുത്, അലീന ഉണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിക്കാനും നിൽക്കരുതെന്ന് പറഞ്ഞു. അച്ഛൻ വാങ്ങിച്ച് തന്ന കട്ടിലും മെത്തയും ഒന്നും ഉപയോഗിക്കരുത്, അച്ഛൻ പണി കഴിപ്പിച്ച വീട്ടിൽ താമസിക്കരുത്, അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഈ വീട്ടിൽ താമസിക്കത്തില്ല എന്ന് ബബിത. അമ്മ ഉരുട്ടി തരുമ്പോഴല്ലേ അത്, ഇതുവരെ ഉരുട്ടിയിട്ടില്ലല്ലോ, ഉരുട്ടിക്കൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ എന്ന് അദ്ദേഹം ഈ പെണ്ണിനോട് ചോദിച്ചു. അതുകൊണ്ടേ ദേ മോൾ അമ്മയുടെ കൂടെ പോകുന്നത് വരെ ഈ വീട്ടിലെ അച്ഛൻ്റെ ചിട്ടകളും മര്യാദകളും പാലിച്ചു വേണം ജീവിക്കാൻ, മനസ്സിലായോ എന്ന് ചോദിച്ചു. ഈ വീട്ടിൽ ഇനി മേലിൽ ഇതുപോലുള്ള വൃത്തികേടുകൾ കാണിച്ച ഇങ്ങനെ ആയിരിക്കില്ല എൻ്റെ ചോദ്യവും പറച്ചിലും, മനസ്സിലായോ എന്ന് ചോദിച്ചു. ഇങ്ങനെ നിൽക്കുക ബബിത. അങ്ങനെ അതും പറഞ്ഞ് തവണത്തേക്കും കൂടി ഞാൻ ക്ഷമിച്ചിരിക്കും, ഇനി എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. പിന്നെ നാളെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വരും 3 ജോഡി ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്ന് അലീനയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് പറ്റണം, ഈ വീട്ടിൽ എൻ്റെ മകളായിട്ട് ജീവിക്കണമെങ്കിൽ എന്നെ അനുസരിച്ചേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് ബബിതയെ ശരിക്ക് എടുത്തിട്ട് കൊടഞ്ഞു. നാളെ രാവിലെ പോയി അലീനയ്ക്ക് ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ട് നീ കോളേജിൽ പോയാൽ മതി, മനസ്സിലായോ എന്ന് ചോദിച്ചു. അവൾ അന്തം വിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കും കേട്ടോ. ഒന്നും മിണ്ടാതെ ഇവളങ്ങ് ഇറങ്ങിപ്പോയി. അദ്ദേഹം ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുന്നു. താഴെ അന്നേരം ഉണ്ണിയപ്പം ഒക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൃഷ്ണയും അലീനയും. അപ്പോൾ ഇതെന്താ ഇത്രയും കുഞ്ഞായിപ്പോയത്, ഇത് ഇത്രത്ത് വിശക്കണേ എന്തിനാ, ഇത് പണ്ടത്തേലും കുഞ്ഞായിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണൻ നിൽക്കുക. അപ്പോൾ അതേ അങ്ങോട്ടേക്ക് ബബിത ഇറങ്ങി വന്നു. അപ്പോൾ നിൻ്റെയൊക്കെ ഒത്തുകളിയായിരുന്നല്ലോ അടിയെന്ന് ചോദിച്ചു. ഒത്തുകളിയോ എന്ന് കൃഷ്ണ ചോദിച്ചു. ഒത്തു കളിച്ചിട്ട് ഇപ്പം എന്നാ കിട്ടാനാണെന്ന് കൃഷ്ണ ചോദിക്കുക കേട്ടോ. നീ എൻ്റെ അനുജത്തി അല്ലേടി, നീ എൻ്റെ കൂടെ അല്ലേടി നിൽക്കണ്ടേ എന്നൊക്കെ ബബിത ഇങ്ങനെ ചോദിക്കും കേട്ടോ. അവളുടെ കൂടെ നിന്ന് എന്നെ ഒറ്റ കൊടുക്കാൻ നിൽക്കാനല്ലേ, അപ്പം ഞാൻ അലീന ചേച്ചിയുടെ അനിയത്തിയാന്ന് പറഞ്ഞു. ചേച്ചിയെ ദ്രോഹിക്കുന്നവർക്ക് ഞാൻ കൂട്ട് നിൽക്കണമെന്ന് ചോദിച്ചു. അലീന ചേച്ചിയെ പ്രത്യേകിച്ച് ആരും ഉപദ്രവിക്കാൻ വന്നോന്ന് ചോദിച്ചു. അപ്പം എനിക്ക് അറിയാടി എന്നാ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞു ബബിത വലിയ ഡയലോഗ്. എനിക്കെതിരെ നീ എന്നതൊക്കെ പറഞ്ഞു കൊടുത്തടി അച്ഛൻ്റെ അടുത്ത് എന്ന് ബബിത അലീനോട് ചോദിക്കുമ്പം നിനക്കെതിരെ ഞാൻ ഒരു അക്ഷരം പോലും സംസാരിച്ചിട്ടില്ല, പിന്നെ എനിക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാമായിരുന്നു,
അപ്പോൾ കൃഷ്ണ ഇങ്ങനെ നോക്കുക കേട്ടോ. അതും കൂടെ നിനക്ക് അങ്ങ് പറഞ്ഞോളാൻ മേലായിരുന്നോടി. നിനക്ക് തിരുത്താൻ ഒരവസരം കൂടി ഞാൻ തന്നതാണെന്ന് പറയുമ്പം നീ എന്നെ തിരുത്താനും നന്നാക്കാനും നോക്കണ്ടെന്ന് ബബിത അന്നേരം അലീനയോട് പറയണം. അവസാനം ഞാനേ ഉണ്ടാവത്തുള്ളൂ എന്ന് അലീന ഇവളോട് പറയുമ്പം എൻ്റെ ജീവിതം നശിച്ച് നാശകോശമായി പോയാലും നിന്റെ സഹായം തേടി വരത്തിലടി പിശാചേ എന്ന് പറഞ്ഞു ബബിത. നീ എന്താണ് പറയുന്നതെന്നും ആരോടാ പറയുന്നതെന്നും നിനക്ക് അറിയത്തില്ലല്ലോ മോളെ എന്ന് അലീന പറയുമ്പം എനിക്കത് അറിയണ്ട, നാശം, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാവോ, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ച് പോയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ബബിത അലീന ഇങ്ങനെ കിടന്ന് ഓരോന്ന് പറയുക. അതും പറഞ്ഞിട്ട് ഇവള് മുറിയിലേക്ക് കയറിപ്പോയി. അവരുടെ കലിപ്പും ഉണ്ടോ എന്ന് കൃഷ്ണ അന്നേരം ഇവള് പോയി കഴിഞ്ഞപ്പോൾ പറഞ്ഞു. അലീന ഒന്ന് ചിരിച്ചു. എന്നതാ ചേച്ചി? എന്ത്? അപ്പം ഞാനേ എറണാകുളത്ത് നിന്ന് വന്ന് കയറിയപ്പോൾ ഒരുത്തനും ഇവിടെ ഉണ്ടായിരുന്നേ, തേനീച്ച കൂട് പോലെ മുടിയുള്ള ഒരുത്തൻ, കണ്ട പ്രാന്തനാണെന്ന് തോന്നുമെന്ന് അലീന പറയാം. ബബിതേച്ചി ഹോസ്പിറ്റലിൽ പോയി അമ്മയെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ കോളേജിൽ പോലും പോവാതിരുന്നതെന്നൊക്കെ കൃഷ്ണ പറയുമ്പം ഞാനിവിടെ വന്നപ്പോൾ വാതിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. തുറന്നപ്പോൾ ഭയങ്കര പരുങ്ങല്. അപ്പോഴേ എനിക്ക് സംശയം തോന്നിയായിരുന്നു, ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ആരുമില്ല. പിന്നെ എന്നെ മെഡിക്കൽ സ്റ്റോറിലോട്ട് പറഞ്ഞയക്കാൻ നോക്കി. എന്നിട്ട് ചേച്ചി അപ്സ്റ്റെയറിൽ ആരോ നീങ്ങുന്നത് പോലെ കണ്ടിട്ട് ഞാൻ മുകളിൽ ചെന്ന് നോക്കുമ്പോൾ ഒരുത്തൻ ഒളിച്ചു നിൽക്കുന്നു. പിന്നെ അപ്പം തന്നെ ഞാൻ അവനെ ഓടിച്ചു വിട്ടതാ. അതിൻ്റെ കലിപ്പ അവൾക്ക് എന്നോട്. മോളെ, അവൾ അവൻ്റെ കൂടെ പോകാൻ വേണ്ടി ഇറങ്ങിയതാ, ഞാൻ പിടിച്ചു നിർത്തിയതാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കഷ്ടം, ബബിതേച്ചി കൈവിട്ട് പോയല്ലേ ചേച്ചി എന്നിങ്ങനെ അന്നേരം കൃഷ്ണ പറഞ്ഞു കേട്ടോ. അന്നേരം അലീനയ്ക്ക് ആകെ വിഷമം. എവിടം വരെ പോയിട്ടുണ്ടാവും എന്നൊന്നും അറിഞ്ഞൂടാ മോളെ, ഏതറ്റം വരെ പോയിരുന്നാലും നമുക്ക് അവളെ തിരിച്ചു പിടിക്കണമെന്ന് അലീന പറയൂ കേട്ടോ. അങ്ങനെ അതും പറഞ്ഞ് കൃഷ്ണയോടെ കൂടെ നിൽക്കണമെന്ന് പറയുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഈ കാര്യമൊക്കെ സംസാരിച്ച് ഇങ്ങനെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ഹരി ഇങ്ങനെ ഏതോ ഒരു കൂട്ടുകാരനെ ഫോണിൽ വിളിക്കും കേട്ടോ. അപ്പോൾ കൂട്ടുകാരൻ കോൾ എടുത്തു. ഹലോ എടാ, നിന്റെ മറ്റേ ഫോൺ എവിടെ കൊണ്ടിട്ടേക്കുവാടാ എന്ന് ചോദിക്കുമ്പം, എടാ അത് വീട്ടിൽ വെച്ചേക്കുവാ, ഞാനിപ്പോൾ പുറത്ത് വെക്കുവാ. എന്നാടാ പുറത്തെവിടെയാ? ജോബി മാത്തൻ്റെ കൂടെയാണെന്നൊക്കെ പറഞ്ഞു. അവനുണ്ടോടാ കൂടെ? നന്നായി എന്തായാലും. അതെ എടാ, ഞാനൊരു പ്ലാൻ സെറ്റാക്കിയിട്ടുണ്ട്, ഫൈനലായിട്ടില്ല, നമ്മളെല്ലാവരും കൂടെ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും നീ എന്നാന്ന് കാര്യം പറയാൻ പറഞ്ഞു. അപ്പം നീ ഇപ്പം എവിടെയാന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ വീട്ടിലാ. എന്താ നിന്റെ പ്ലാനിങ്? ഒരു ക്ലൂ തരാൻ പറഞ്ഞു. അത് പിന്നെ റബ്ബർ തോട്ടത്തിലെ വീടില്ലേ, അത് ജോമോൻ്റെ ആ വീട്. എടാ അത് ജോമോൻ്റെ വീടല്ലല്ലോ, അതവൻ്റെ മാമൻ്റെ അങ്ങോട്ടല്ലേടാ. എടാ ജോമോൻ്റെ ആണെന്ന് നമ്മളങ്ങ് സങ്കല്പിക്കാൻ പറഞ്ഞു. സങ്കല്പിച്ചു ബാക്കി പറയാൻ പറഞ്ഞു. എന്നിട്ട് ആ പെണ്ണിനെ അവിടേക്ക് വിളിച്ചു വരുത്തുന്നതും അപ്പം ഞാൻ, നീ, ജോമോൻ, ഡേവിഡ് എല്ലാവരും ഉണ്ടാവും. പിന്നെ അവനും വരും, രോഹിത്ത്. നമ്മൾ 5 പേരും കൂടി ചേർന്ന് നടുക്കൊരു പൂച്ചക്കുട്ടിയും. ശരണ്യ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അന്നേരം അടിപൊളിയായിരിക്കും. എന്നിട്ടോടാ അതോ, അപ്പോൾ മറ്റേ സംഭവമൊക്കെ ഞാൻ കൊണ്ടുവരാം, അപ്പോൾ നമുക്ക് കോളേജിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ പരീക്ഷിച്ച് നോക്കിയതാടാ, സംഗതി സ്ട്രോങ് ആണെന്നൊക്കെ ഹരി പറയാം. അന്നേരം എടാ സംഗതി ത്രില്ലിംഗ് ഒക്കെയാ, പക്ഷേ അവൾ അങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ലല്ലോടാന്ന് പറഞ്ഞപ്പം ഫോട്ടോസും വീഡിയോസും എടുത്ത് ഫ്ലാഷ് ആക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ മതിയെന്നേ, അതോടെ അവൾ അങ്ങ് അടങ്ങിക്കോളും എന്ന് ഹരി പറയാം കൂട്ടുകാരനോട്. നല്ലപോലെ ആലോചിക്കേണ്ട വിഷയം കേട്ടോടാന്നൊക്കെ പറഞ്ഞപ്പോൾ അത് തന്നെ എടാ പറഞ്ഞത്, വൈകുന്നേരം കാണണമെന്നും പറഞ്ഞുകൊണ്ട് ഇവന്മാർ ആ പെൺകൊച്ചിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ ജീവിതം തകർക്കാനുള്ള പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. ടാറ്റാ.